എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഉച്ചത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനായിട്ടൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കുമ്പോൾ എന്താ ചായപ്പാത്രം ചായയാണോ എന്ന് വിചാരിക്കേണ്ട. രാവിലെ വാങ്ങിച്ച പാല് രാവിലത്തെ ചായ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. തിളപ്പിച്ച് ഇനി വൈകുന്നേരത്തെ ചായക്കേ വേണ്ടു. അപ്പോൾ അത് തിളപ്പിച്ച് അതിലെ പാട മാറ്റിയിട്ട് ഞാൻ നെയ്യ് ഉണ്ടാക്കും. ആ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാല് തിളച്ചതിൻ്റെ ശേഷം ആവാം ബാക്കി കറി വെക്കലും ഉപ്പേരി വെക്കലും ആണ് വേണ്ടത്. പിന്നെ മുന്തിരി ഞാൻ കഴുകി വെച്ചിരുന്നതാണ് കേട്ടോ ഇന്നലെ. പിന്നെ ഞാനത് ഒന്നും കൂടി ഇന്നലെ രാത്രി പിന്നെ അങ്ങനെ പുറത്ത് വെച്ച് പോയി, ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും കൂടി കഴുകി എടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ മുന്തിരി കഴിച്ചും കൊണ്ടാണ് പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ തക്കാളി തേങ്ങ അരച്ച് വെറുതെ ഒരു കറിയും വെക്കുകയാണ് കേട്ടോ. ഒരു നേരത്തിനുള്ള കറിയാണ് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ വെയിലാവുന്നത് വരെ ഞാൻ അടുക്കളയിൽ ഓരോരോ പണി ചെയ്തിട്ട് പുറത്ത് ഈ അടുപ്പ് കത്തിക്കാൻ എന്നും വഴുകും കേട്ടോ. അപ്പോഴേക്കും മുറ്റത്താണെങ്കിൽ ഇപ്പോൾ നല്ല വെയിലല്ല, അപ്പോൾ വേഗം വെയിലും വന്നു. അപ്പോൾ ചോറ് ഏകദേശം ആവാറായി. അപ്പോഴേക്ക് ചുക്കുവെള്ളം അതിൻ്റെ മുന്നേ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുക്കുവെള്ളം ചൂട് ഒന്ന് പോയപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വെക്കുകയാണ്. അവിടെ പുറത്ത് വെക്കാൻ പറ്റില്ലല്ലോ, അപ്പം അതൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ ചോറും ഏകദേശം ആയി. കുറുവ അരി മാവേലിന്ന് വാങ്ങിക്കേണ്ടതാണ്, അതും ആയിട്ടുണ്ട്. ഇപ്പം പിന്നെ മോൾക്ക് ഇല്ലല്ലോ, അപ്പം മെല്ലെ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട് പുറത്ത് ഈ അടുപ്പ് കത്തിക്കുക എന്നുള്ളത് ഈ വെയിലാവുമ്പോൾ ഭയങ്കര പണിയാണ്. ഇപ്പം ഞാൻ ചില ദിവസങ്ങളിൽ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഞാൻ അടുപ്പ് കത്തിച്ച് ചോറും ചുക്കുവെള്ളവും വെച്ച് ഇവിടെ അകത്തേക്ക് കയറും. അപ്പോൾ ഈ 2 ചട്ടി ഞാൻ വാങ്ങിച്ചത് പൂരത്തിൻ്റെ ഇതെന്നാണ് എന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഞാനിങ്ങനെ കഞ്ഞിയുടെ വെള്ളം അങ്ങനെ ഒഴിച്ച് വെക്കും. 2-3 ദിവസം അങ്ങനെ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മോള് മാങ്ങയൊക്കെ പറക്കിക്കൊടുന്ന് മാങ്ങയൊക്കെ മുറിച്ച് തരുന്നുണ്ട് കേട്ടോ. ഭയങ്കര പുളി കേട്ടോ, കഴിക്കാനേ വയ്യ. ഒരു കഷ്ണം കഴിച്ചപ്പോൾ തന്നെ മതിയായി, അത്ര പുളിയാണ്. പഴുത്തിട്ടൊക്കെ ഉണ്ട്, പക്ഷേ പുളിമാങ്ങയാണ്. പിന്നെ സോയാബീൻ വറക്കാൻ മോളുള്ളതല്ല, അപ്പോൾ അവൾക്ക് ഈ ഉപ്പേരി മാത്രമാകുമ്പോൾ പിന്നെ പപ്പടം ഇല്ലാതെ അവൾ കഴിക്കുന്നില്ല. അപ്പോൾ സോയാബീനും കുറച്ച് വറക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി, സോയാബീൻ വറുത്തതും തക്കാളി കൊണ്ട് ഒരു കറി, ചെറിയ ഒരു ലഞ്ചാണ്. ഞാനും മോളും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ കറിയാണെങ്കിൽ ഒരു നേരത്തിന് വെക്കുന്നുള്ളൂ. ഈ തക്കാളിക്കറിയൊന്നും അങ്ങനെ 2 നേരമൊന്നും ഭക്ഷണം കഴിക്കാനും എടുക്കാനും പറ്റില്ല. അപ്പം അതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ചത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇന്നും ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കിച്ചണിലേക്ക് വരാറുള്ളൂ കേട്ടോ. ഇപ്പോൾ മോള് പരീക്ഷയായ കാരണം പഠിക്കാൻ ഇരിക്കുകയാണ്. ലീവ് എടുത്തിട്ടാണ് അവൾ പരീക്ഷയായിട്ട് പഠിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഉച്ചത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഒന്ന് നിങ്ങൾക്കൊക്കെ എന്താണ് കറി, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ദിവസവും ഈ കറി വെക്കലും എല്ലാം എന്താന്ന് കറി മാത്രമല്ല, രാവിലെയും നീട്ടാൻ ഇന്ന് എന്ത് ചായക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതും ടെൻഷൻ. ഉച്ചയ്ക്ക് കറി വെക്കുമ്പോൾ അതും ആലോചനയാണ്, എന്ത് വെക്കും. രാവിലത്തെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് എന്ത് കറി വെക്കും എന്നുള്ളൊരു ആലോചനയിലാണ് കേട്ടോ ഞാൻ വെക്കും. മീനാണെങ്കിൽ പിന്നെ ആ കുഴപ്പമില്ല, ചോറ് വെക്കുമ്പോഴേക്കും മീനും നേരേക്ക് അതന്നെ കറിയും അതന്നെ വറക്കും ചെയ്ത ആ സംഭവം റെഡിയായി. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ മീൻ വാങ്ങിക്കാറില്ല. ഞങ്ങൾ അധികം മീൻ തന്നെയാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മീൻ നിർത്തിയിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും വാങ്ങിക്കും. അപ്പോൾ ഇപ്പം എന്താ കറി വെക്കുക എന്നുള്ള ഒരു ടെൻഷനാണ്. പിന്നെ ഏട്ടനാണെങ്കിൽ രാത്രി ഇതൊന്നും പറ്റില്ല, ഷുഗറുള്ള കാരണം ഗോതമ്പിൻ്റെ എന്തെങ്കിലും ആണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ സോയാബീൻ കഴുകി ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഊറ്റി മാറ്റി വെച്ചിട്ട് അതൊന്ന് നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിലത്തെ വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല സോയാബീൻ, അതൊന്ന് പിഴിഞ്ഞ് കളഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ അതിൽ മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വറുക്കുക. കുരുമുളക് പൊടി ഇല്ലാത്ത സമയത്ത് മുളക് പൊടി ഇട്ടിട്ടാണ് വറുത്തിരുന്നത്. ഇപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇവിടെ പൊടിപ്പിച്ച് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ഉപയോഗിക്കുന്നത്. പിന്നെ തക്കാളിയിലേക്ക് കറി വയ്ക്കാൻ ഞാൻ പച്ചമുളക് ഇവിടെ വടുക്കോർത്ത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഒരു മരമേ ഉള്ളൂ കേട്ടോ, അങ്ങനെ കാര്യമായിട്ട് നോക്കി വളർത്തിയതൊന്നുമല്ല, തന്നെ ഉണ്ടായ ഒരു മരമാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം ഉണ്ട് മുളക്. അപ്പോൾ അതും പൊട്ടിച്ചോടുന്നു. പിന്നെ ഈ മുളക് പൊടി ഭയങ്കര എരിവും, അപ്പോൾ അതൊരു പേരിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ മുളക് പൊടി.
പിന്നെ അതിലേക്ക് തേങ്ങയും നല്ല ജീരകവും ചേർത്ത് അരച്ച കറി, വറുത്തിട്ട കറി സെറ്റായിട്ടോ. അപ്പം അതാണ് കറി. പിന്നെ സോയാബീൻ വറുക്കലും, അതാണ് ഇന്ന് ഉച്ചത്തെ ട്ടോ. ഓരോ ദിവസവും ഓരോ തരത്തിൽ ഒന്നങ്ങട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഓരോരോ കറിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഉച്ചയ്ക്കാണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണെങ്കിലും എന്താ ഉണ്ടാക്കുക ഒരു ടെൻഷൻ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കും വേണം. എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അത് വേസ്റ്റ് ആവുമല്ലോ, പിന്നെ അത് കളയേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ അതങ്ങോട്ട് ഉണ്ടാക്കി വെക്കും. പിന്നെ ഈ തക്കാളിയിൽ പുളി പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. ഞാനൊരു ചെറിയൊരു പുളിയുടെ കഷ്ണം എടുത്തിട്ട് വല്ലാതെ പിഴിഞ്ഞിട്ടൊന്നുമില്ല, ഒന്ന് പുളി ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയും അരച്ച് ഒഴിച്ചു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ഉച്ചത്തെ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുമെന്ന പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. കാണുന്നവർ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് കേട്ടോ. അപ്പോൾ ഒരു സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പിന്നെ അതേ സോയാബീൻ വറക്കാനും വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം റെഡിയായി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒക്കെ കഴിക്കുകയാണ്. ചോറും സോയാബീൻ വറുത്തതും തക്കാളിക്കറിയും. ഒരു നേരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ തക്കാളിക്കറിയൊക്കെ ധാരാളമാണ് കേട്ടോ. പിന്നെ ആരും ഇല്ലല്ലോ, നമ്മളെ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു കറി വെച്ചാലും മതി, ഒരു നേരമൊക്കെ കഴിക്കും. പിന്നെ മോളുടെ ചോറ് വേറെ കണ്ടറിയാം, അതിൽ പപ്പടം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ ഉച്ചത്തെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.